الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവായ അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്കെല്ലാവർക്കുമുള്ള ബാധ്യതയെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ചിരിക്കേണ്ട സാന്ദർഭികമായ ഒരു ഉണർത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. ഹജ്ജ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. ആ മില്ലത്തിൽ നമുക്കുള്ള മാതൃക വെറുപ്പുകൂടാതെ സ്വീകരിക്കേണ്ടവരാണ് ഓരോ മുസ്ലിമും എന്നുള്ളത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ മില്ലത്തും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു പരിശുദ്ധ ഖുർആൻ ആ മില്ലത്തിനെയും പ്രവാചകന്റെ അധ്യാപനങ്ങളായി വരുന്ന സുന്നത്തിനെയും അനുധാവനം ചെയ്യാനും മാതൃകയാക്കാനും നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ധാരാളമായി അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. ആ അർത്ഥത്തിൽ കഅബാലയം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. കഅബയുടെ ചരിത്രവും അതിന്റെ മഹത്വവും അതിന്റെ സ്ഥാനവും കഅബാലയം നമുക്ക് നൽകുന്ന റിസാലത്തും ദൗത്യവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 96ഉം 97ഉം ആയത്തുകളിലൂടെ ആ ചരിത്രാംശങ്ങളെക്കുറിച്ചും ദൗത്യങ്ങളെക്കുറിച്ചും നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ബക്കയിലുള്ള, ബക്ക എന്ന് മക്കക്ക് ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ്. ബക്കയിൽ മനുഷ്യന്മാർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി
റബ്ബിന്റെ നിയമപ്രകാരം റബ്ബിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒന്നാകുന്നു, അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാകുന്നു ബക്കയിലുള്ള ബൈത്ത്, ആദ്യ ഗേഹം, അവ്വലു ബൈത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞു. അത് മുബാറക്കാണെന്ന ഖുർആന്റെ സംസാരം. ബർക്കത്ത് നമുക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കേന്ദ്രമാകുന്നു ബക്കയിലെ മുബാറക്ക് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ കഅബാലയം. ആ കഅബാലയം വഹുദൽ ലിൽ ആലമീൻ, എല്ലാ മനുഷ്യന്മാർക്കും സന്മാർഗത്തിന്റെ ദർശനത്തിന്റെ കേന്ദ്രബിന്ദുവാകുന്നു, സന്മാർഗ ദർശനം ലഭ്യമാകുന്ന ഇടമാകുന്നു ആ കഅബാലയം എന്ന് ഖുർആൻ പറഞ്ഞു. ഫീഹി ആയാതും ബയ്യിനാത്ത്. ആ കഅബാലയത്തെ കുറിച്ച് അല്ലാഹു സംസാരിക്കുമ്പോൾ വീണ്ടും പറയുന്നത് ആ കഅബാലയത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ്. മഖാമു ഇബ്രാഹിം അതിൽപ്പെട്ട ഒന്നാണ്. മഖാമു ഇബ്രാഹിം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബിയുടെ ഖബർസ്ഥാനത്തെ കുറിച്ചല്ല, ഖബറിടത്തെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലമാകുന്നു അത്. ആ ഫാൻ ഇട്ടുകൊടുക്കായിട്ടാണ് കറണ്ടിലായിട്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഖാം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നിന്ന സ്ഥലത്തിനാണല്ലോ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. അതിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന സമയത്ത് ഖുർആന്റെ സംസാരം വമൻ ദഖലഹു കാന ആമിന. ആ കഅബാലയത്തിന്റെ ഇടങ്ങളിലേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കാൻ സാധിച്ചാൽ, ആര് പ്രവേശിച്ചാലും, മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലേക്ക് ആര് പ്രവേശിച്ചാലും അവൻ നിർഭയനാണ്. ആ നിർഭയത്വത്തിന്റെയൊക്കെ ചരിത്രം ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന ചരിത്രാംശങ്ങൾ എത്രയോ ഉണ്ട്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല എന്നിങ്ങനെ ഖുർആൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഅബാലയത്തിലേക്ക് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് സബീൽ ഒരുങ്ങിക്കിട്ടിയവർക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന് വേണ്ടി ആ കഅബാലയത്തെ ഉദ്ദേശിച്ച് തീർത്ഥാടനം ചെയ്യുക, ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണെന്ന് ഖുർആൻ സംസാരിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജ് നടക്കാനിരിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കഅബാലയമാണ്. പരിശുദ്ധ ഖുർആൻ ഈ കഅബാലയത്തെക്കുറിച്ച് 18 സ്ഥലങ്ങളിൽ അതിന്റെ പേരുകൾ വിവിധങ്ങളായ രൂപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അൽ കഅബത്ത് എന്നുള്ള പേര് പരിശുദ്ധ ഖുർആൻ 2 തവണയാണ് അല്ലാഹു പറഞ്ഞത്. അതിൽ ഒന്ന് കഅബ എന്നുള്ള നിലക്ക് വന്നിട്ടുള്ള ഒരു പേര് സൂറത്തു അൽ മാഇദയിലെ 95-ാമത്തെ ആയത്തിലാണ്. ഹദിയം ബാലിഗൽ കഅബ എന്ന ഒരു വാക്ക് ആ ആയത്തിലുണ്ട്. ആയത്ത് മുഴുവൻ കേൾപ്പിക്കുന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. സൂറത്തുൽ മാഇദയിലെ 95-ാമത്തെ ആയത്ത്. ആയത്തിലെ പരാമർശ വിഷയം ഇഹ്റാം ചെയ്തവരായ ആളുകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ, അതൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചാൽ, ഇഹ്റാം ചെയ്താൽ കുറെ കാര്യങ്ങൾ പാടില്ലാത്തതുണ്ടല്ലോ, അങ്ങനെയൊന്ന് ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു അവിടെ എണ്ണി പറയുന്നത് ഇഹ്റാമിൽ പാടില്ലാത്ത നിലക്ക് വേട്ടയാടുക എന്നുള്ള ഒന്ന്, ഹറമിന്റെ പ്രദേശത്ത് നിന്ന് വേട്ടയാടുക എന്നുള്ള ഒന്ന്, ഇഹ്റാമിൽ തന്നെ അത് സംഭവിക്കുക എന്ന ഒന്ന് ആർക്കെങ്കിലും ഉണ്ടായാൽ അയാൾ ചെയ്യേണ്ട കഫാറത്തിനെ കുറിച്ച്, പ്രായശ്ചിത്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ 3 ഓപ്ഷനുകൾ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഹദിയം ബാലിഗൽ കഅബ എന്നുള്ളതാണ്. ആ കഅബയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഹദിയ കൊടുക്കണം, അഥവാ ഒരു ബലികർമ്മം നിർവഹിക്കണം എന്ന് ഖുർആൻ സംസാരിച്ചു. അപ്പോൾ ആ ഒരു തരത്തിൽ അൽ കഅബ എന്നുള്ള പേര് സൂറത്തുൽ മാഇദയിലെ 95-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ആ ആയത്തിൽ പിന്നീട് ഇതിന് തുടർച്ചയായി ഇതിന് കഫാറത്തായി നൽകേണ്ട, ഇഹ്റാമിന്റെ ലംഘനത്തിന് കഫാറത്തായി നൽകേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന മറ്റൊന്ന് ഔ കഫാറത്തു തആമു മസാകീൻ എന്നുള്ളതാണ്. മിസ്കീനുകൾക്ക് ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകണം.
അഥവാ ഈ ബലികർമ്മം നിർവഹിക്കാൻ കഴിയാത്തവരായ ആളുകൾ ചെയ്യേണ്ട ഒന്നാണത്. ഹദീൽ ഖുർആൻ തഫ്സീറുകളിൽ അതിനെ വിശദീകരിച്ചപ്പോൾ 6 പാവപ്പെട്ടവർക്ക് ഇതിന്റെ കഫാറത്തായി കൊണ്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് ഔ അജ്ലു ദാലിക സിയാം, തത്തുല്യമായ നോമ്പ് നോറ്റുകൊണ്ട് കഫാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞു, പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ നോമ്പിനെ വിശദീകരിച്ചപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഈ കഫാറത്ത് 3 നോമ്പായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത്. ഏതായിരുന്നാലും പറഞ്ഞ വിഷയം മറ്റൊന്നുമല്ല. അൽ കഅബ എന്നുള്ള പേര് സൂറത്തുൽ മാഇദയിൽ ഒരു ഭാഗത്ത് 95-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തെ ഈ അൽ കഅബ എന്നുള്ള പരാമർശം വന്നിട്ടുള്ളത് സൂറത്തുൽ മാഇദയിൽ തന്നെ 97-ാമത്തെ ആയത്തിലാണ്. അവിടെ അല്ലാഹു സംസാരിക്കുന്നത് ജഅലല്ലാഹുൽ കഅബത ഖിയാമൻ ലിന്നാസ് എന്നുള്ള ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ്. അങ്ങനെ ഒരു സംസാരമാണ് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഅബാലയത്തെ ജനങ്ങൾക്കുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്നു, മനുഷ്യന്മാരുടെ നിലനിൽപ്പിന്റെ ഇടം എന്നുള്ള ഒരു പ്രയോഗമാണ് ഖിയാം എന്നുള്ള വാക്കിന്. എന്തിന്റെ നിലനിൽപ്പാണ് എന്ന് വിശദീകരിച്ചപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവർക്ക് നിർഭയരായി ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ ദീനും ആദർശവും സുരക്ഷിതമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഇടം എന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 2 പ്രയോഗങ്ങളും അൽ കഅബ എന്ന് വന്നിട്ടുള്ള ആ പ്രയോഗം 2 ഭാഗത്ത് വന്നിട്ടുള്ളത് രണ്ടും സൂറത്തുൽ മാഇദയിലാണ്. ഒന്ന് 95-ാമത്തെ ആയത്തിലും മറ്റൊന്ന് 97-ാമത്തെ ആയത്തിലുമാണ്. പരിശോധിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച ആയത്തുകളുടെ നമ്പർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് അൽ ബൈത്തുൽ അതീഖ് എന്നുള്ള ഒരു പേര് കഅബാലയത്തെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അൽ ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജിലെ 29-ാമത്തെ ആയത്തിലാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ വിശദീകരിച്ചു വരുന്നുണ്ട്. അതിൽ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മുടികൾ നീക്കം ചെയ്യുക, മുടി നീക്കം ചെയ്യുക എന്നുള്ള കാര്യം പറയുകയും അതേപോലെ തന്നെ അതിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അല്ലാഹു സംസാരിക്കുന്നു വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. അൽ ബൈത്തുൽ അതീഖ് അതിപുരാതന ഗേഹം എന്ന ഒരു പ്രയോഗമാണ് അവിടെ അല്ലാഹു നടത്തിയിട്ടുള്ളത്. അവിടെ തവാഫുൽ ഇഫാദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവിടെ വിശദീകരിച്ചത്. തവാഫുൽ ഇഫാദ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ തവാഫിന് പറയുന്ന പേരാണ്. ആ തവാഫുൽ ഇഫാദയെ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സംസാരിച്ചത് സൂറത്തുൽ ഹജ്ജിലെ 29-ാമത്തെ ആയത്തിലാണ്. ആയത്തിലെ പ്രയോഗം ഇങ്ങനെയാണ് വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. അൽ ബൈത്തുൽ അതീഖ് എന്നുള്ള അതിപുരാതന ഗേഹം എന്നുള്ള ആ പേര് രണ്ടാമതായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അതേ സൂറത്തിൽ തന്നെ, അഥവാ സൂറത്തുൽ ഹജ്ജിലെ തന്നെ 32-ാമത്തെ ആയത്തിലാണ്. അവിടെയും ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു വരുന്നിടത്ത് ബലികർമ്മത്തെ കുറിച്ച് പരാമർശിക്കുകയാണ്. ആ ബലികർമ്മത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് അല്ലാഹു പറയുന്നു അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ദുനിയവിയായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഹജ്ജിനു വേണ്ടി ഈ ബലികർമ്മങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കപ്പെട്ട ഒന്നിനെ പിന്നെ വേറെ ഭൗതിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അവിടെ. ആ അന്ധവിശ്വാസങ്ങളും അത്തരം അന്ധവിശ്വാസങ്ങൾക്കൊക്കെ തിരുത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായി നമുക്ക് നേട്ടം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ എന്തൊക്കെ ബലികർമ്മത്തിന് വേണ്ടി നമ്മൾ നിശ്ചയിക്കപ്പെട്ട ഒരു ഉരുവിൽ നിന്ന് കിട്ടുമോ അതൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വന്നിട്ട് പിന്നീട് ആ ബലികർമ്മം നിർവഹിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുന്നു ഇലൽ ബൈത്തിൽ അതീഖ്. അവിടെയും അൽ ബൈത്തുൽ അതീഖ് എന്ന പേര് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അതിപുരാതന ഗേഹം എന്ന് കഅബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരാമർശിച്ച വിഷയം പിന്നീട് ബലികർമ്മം നിർവഹിക്കേണ്ടത് ഈ ബൈത്തുൽ അതീഖ് ഉൾക്കൊള്ളുന്ന ആ നാട്ടിലാണ്. അഥവാ ഹജ്ജിന്റെ ബലികർമ്മം നിർവഹിക്കേണ്ടത് അവിടെ തന്നെയാണ്, ഹജ്ജ് നിർവഹിക്കപ്പെടുന്നിടത്ത് തന്നെയാകുന്നു, അഥവാ മക്ക ഉൾക്കൊള്ളുന്ന നാട്ടിലാകുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴാണ് അല്ലാഹു അത് സംസാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കഅബയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അതിന്റെ പേരുകളിലൂടെ ഖുർആൻ പറയുന്നു.
ഇതുപോലെ തന്നെ കഅബാലയത്തിന് മറ്റൊരു പേര് വന്നിട്ടുള്ളത് അൽ ബൈത്ത് എന്നുള്ള ഒരു പേര് മാത്രമാണ്, അൽ ബൈത്ത്. അപ്പോ അൽ കഅബ എന്നുള്ള പേര് വന്നു, അൽ ബൈത്തുൽ അതീഖ് എന്നുള്ള പേരുകൾ വന്നു. അവ രണ്ടും വന്നിട്ടുള്ളത് ഒന്ന് സൂറത്തുൽ മാഇദയിലും മറ്റ് രണ്ടെണ്ണം സൂറത്തുൽ ഹജ്ജിലുമാകുന്നു. ഇനി മറ്റൊന്ന് 14 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു വന്നിട്ടുള്ള പേരുകൾ അൽ ബൈത്ത്, അൽ ബൈത്ത് എന്നിങ്ങനെ മാത്രമാകുന്നു. അത് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളിൽ അവസാനം അത് നമ്മൾ സൂറത്തു ഖുറൈശ് വായിക്കുന്നിടത്ത് വരെയും നീണ്ടു നിൽക്കുന്ന രീതിയിൽ 14 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരാമർശിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയൊക്കെയും ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഈ കഅബാലയത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്ക് അല്ലാഹു ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ പേരുകളിലൂടെ അതിപുരാതന ഗേഹം എന്നുള്ള വാക്ക്, അൽ കഅബ എന്നുള്ള വാക്ക്, കഅബ എന്നുള്ളത് ഉന്നതിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അൽ ബൈത്ത് എന്നുള്ള വാക്ക്, അൽ ബൈത്ത് എന്നുള്ളത് ശാന്തമായി നമുക്ക് അന്തിയുറങ്ങാൻ പറ്റുന്ന ഇടങ്ങൾക്കാകുന്നു അൽ ബൈത്ത് എന്ന് പറയാറുള്ളത്. ശാന്തതയും സമാധാനവും ലഭ്യമാകുന്ന ആ ഒരു പേരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബൈത്ത് എന്ന പേരിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ആശയത്തെ, കഅബയിൽ നിന്ന് കിട്ടേണ്ടതായ നിർഭയത്വത്തെ, സമാധാനത്തെ, ആ ഒരു ആശ്വാസത്തെയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ആയത്തിന്റെ പ്രയോഗങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ആ അർത്ഥത്തിൽ ഇതിന്റെ പോരിശകൾ ഓതിക്കേൾപ്പിച്ച ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആയത്തുകളിൽ അല്ലാഹു നമ്മളെ കേൾപ്പിച്ചത് അത് മുബാറക്കാണ്, ഹുദയാകുന്നു. കഅബാലയത്തെ കുറിച്ച് പറയുമ്പോൾ, അവ്വലു ബൈത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹുദയാകുന്നു, ആദ്യം നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിനുള്ള ഭവനമാകുന്നു. അതേപോലെ തന്നെ മഖാമു ഇബ്രാഹിമിനെ കുറിച്ച്, നിർഭയത്വത്തെ കുറിച്ച്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഹജ്ജിന്റെ കേന്ദ്ര ബിന്ദുവായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പരാമർശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഏതൊരു സത്യവിശ്വാസിയെയും അതിശയിപ്പിക്കുകയും അവർക്ക് ഒരു പ്രചോദനം, അവിടെ കാണണം, അവിടേക്കെത്തണം, അവിടേക്ക് തിരിയുക എന്നുള്ളതിന്റെ മഹത്വവും ഇതൊക്കെ ഏതൊരു സത്യവിശ്വാസിയുടെ മനസ്സിലേക്കും വല്ലാത്ത ആശ്വാസവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഖേദകരമായിട്ടുള്ള ഒരു സംഗതി, ഇത് എന്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നിർദ്ദേശം കൊടുത്തുവോ, ആ നിർദ്ദേശത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മനുഷ്യന്മാരെ തെറ്റിക്കുന്ന ഉത്ബോധനങ്ങളോ അല്ല, ഉത്ബോധനം എന്ന വാക്കവിടെ ശരിയാകൂല, ദുർബോധനം, പൈശാചിക ദുർബോധനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സജീവമാണ് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. കഅബാലയത്തെക്കുറിച്ച് ഈ അടുത്ത് കേട്ടിട്ടുള്ള ചില യൂട്യൂബ് പ്രഭാഷണങ്ങളിലൊക്കെ, ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളത്, ഒരു വലിയ പണ്ഡിതൻ, സമൂഹത്തിൽ പലരും ഒരുപാട് ആദരവ് കൊടുക്കുന്ന ഒരു പണ്ഡിതന്റെ പരാമർശം എന്താ വന്നിട്ടുള്ളത്, ആ കഅബാലയത്തിന്റെ പ്രാധാന്യമൊന്നുമല്ല കാര്യം എന്നിങ്ങനെ അദ്ദേഹം സംസാരമധ്യേ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി വാക്കുകൾ ഉദ്ധരിക്കുകയും, ആ കഅബാലയം പോലും പ്രധാനമാകുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹി പോലും പ്രധാനമാകുന്നത് ഹാജറ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ അവിടെയുണ്ട്, അവിടെ ഒരു മഖാമുണ്ട്, ആ ഖബറടക്കപ്പെട്ട സ്ഥലം അതാണ്, അതുകൊണ്ട് അവിടെ കഅബ വന്നു എന്നുള്ള നിലക്ക് പോലും വിരുദ്ധമായ ആശയങ്ങൾ, ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ശിർക്ക് നിറഞ്ഞ ആശയങ്ങളിലേക്ക് മനുഷ്യന്റെ വിശ്വാസത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന അധപ്പതനത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ പോലും പോവുകയും അത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഖേദകരമാണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഹജ്ജ് കർമ്മത്തിന്റെ കേന്ദ്രം കഅബയാണെങ്കിൽ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കരങ്ങളിലൂടെയാണ് എന്നുള്ളതും നമ്മളെ വല്ലാതെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ചെല്ലുന്ന ആ സ്വലാത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം എന്നൊക്കെ നമ്മൾ പറയുമ്പോ അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം ഈ സ്വലാത്ത് എന്നാണ് അതിന് പോലും അറിയപ്പെടുന്നത്. ആ മഹാവ്യക്തിത്വത്തിന്റെ മഹത്വം എത്രയാണ് എന്നുള്ളത്, ആ മഹത്വത്തിന് കാരണമാകുന്നത് പോലും ഈ കഅബാലയത്തിന്റെ നിർമ്മാണവും അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളുടെ അതിതീവ്രമായ അല്ലെങ്കിൽ കണിശമായ ഇടപെടലുമാകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയാണ്. കഅബാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കരങ്ങളിലൂടെ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെടണം എന്ന് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. വഇദ് ബവ്വഅനാ ഇബ്രാഹീമ മകാനൽ ബൈത്തി അൽ
അല്ലാ തുശ്രിക് ബി ഷൈഅ. സൂറത്തുൽ ഹജ്ജിന്റെ 26-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു സംസാരിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നാം ആണ് അതിനുള്ള ഇടം ഒരുക്കി കൊടുത്തത്, സൗകര്യം ചെയ്തു കൊടുത്തത്. ബവ്വഇന എന്നുള്ള പ്രയോഗം അല്ലാഹു നടത്തി. മക്കാനൽ ബൈത്ത്, ഈ അൽ ബൈത്തിന്റെ കഅബാലയത്തിന്റെ സ്ഥാനം അല്ലാഹു ഒരുക്കി കൊടുത്തു, നിർണയിച്ചു കൊടുത്തു. ഇവിടെയാണ് കഅബാലയം ഉണ്ടാകേണ്ടത്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിശ്ചയിച്ച് തീരുമാനിച്ച ഒരു ഇടത്ത് ഒരു പള്ളി ഉണ്ടാക്കി എന്നുള്ളതല്ല. അല്ലാഹു നിശ്ചയിച്ച ഇടം, ആ ഇടത്താണ് നമ്മളിങ്ങനെ ഖിബലയാക്കപ്പെട്ടിട്ടുള്ള, ഖിബലയാക്കിക്കൊണ്ടിരിക്കുന്ന കഅബാലയം ഉള്ളത്. അതിന്റെ സന്ദേശമാകട്ടെ അല്ലാ തുശ്രിക് ബി ഷൈഅ, ഒന്നിനെയും പങ്കു ചേർത്തുകൂടാ. അതിനുവേണ്ടിയാണ് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനുള്ള ആ ഒരു കേന്ദ്ര ആരാധനകൾക്കുള്ള നമ്മുടെ ആരാധനകൾ നിർവഹിക്കാനുള്ള കേന്ദ്ര ബിന്ദുവോ കേന്ദ്രാലയം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഇടം. ആ ഇടത്തെക്കുറിച്ച്, അതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അള്ളാഹു സംസാരിക്കവേ വീണ്ടും അള്ളാഹു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയും തുടർന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ ആയത്തിൽ. അവിടെ അള്ളാഹു സംസാരിക്കുന്നത് കഅബാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഇദ് യർഫഉ ഇബ്രാഹീമു അൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അലൈഹിമസ്സലാം അവർ രണ്ടുപേരും അതിന്റെ ആ കഅബാലയത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുകയുണ്ടായി. എന്നിട്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം റബ്ബേ കബൂലാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയും ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇടം നിശ്ചയിച്ചു കൊടുത്തത് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു കോരിത്തരിപ്പ്, അവിടേക്കാണ് നമ്മൾ തിരിയുന്നത് എന്ന് കിട്ടുമ്പോൾ, അന്ന് കാണുമ്പോൾ കിട്ടുന്ന ആദർശപരമായ റബ്ബ് പറഞ്ഞ ഒരു ആദർശത്തിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ അടുത്തു നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിമസ്സലാം അവർ രണ്ടുപേരും നിർമ്മാണം പൂർത്തിയാക്കിയ അവർ രണ്ടുപേരുമാണ് കഅബാലയത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയതെന്ന് പറയുമ്പോൾ അതിലേക്ക് പിന്നെ വരുന്ന ലോജിക്കൽ തിങ്കിങ് ഒക്കെ വേറെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അസ്ഥിവാരമല്ലേ പടുത്തുയർത്തിയിട്ടുള്ളതിന്റെ നിർമ്മാണം അതിന്റെ മുമ്പേ നടന്നിട്ടുണ്ടാകുമല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ, അത് ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടില്ല എന്നുള്ള നിലക്ക് നമ്മൾ വല്ലാതെ അതിലേക്ക് പോകാതിരിക്കലായിരിക്കും നല്ലത്. അള്ളാഹു ഒരു ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ കേന്ദ്രത്തിൽ തന്നെ നിലകൊള്ളുക എന്നുള്ളത് തന്നെയായിരിക്കും വിശ്വാസപരമായി ഒരു മിമ്പറിൽ നിന്ന് അങ്ങനെ ഒരു ഉണർത്തലാണ് കിട്ടേണ്ടത്. അതല്ലാത്ത വിശദീകരണങ്ങളൊക്കെ മറ്റു ക്ലാസുകളിലൂടെ ഒരു വൈജ്ഞാനിക മേഖല എന്നുള്ള നിലക്ക് നമുക്ക് പഠിക്കാവുന്നതും അതേക്കുറിച്ച് ചിന്തിക്കാവുന്നതുമാകുന്നു. അത്രേ അതേക്കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ഖുർആൻ പറഞ്ഞ ചരിത്രം ആദ്യത്തെ ഭവനമാണ്. സ്ഥലം അള്ളാഹു നിർണയിച്ചു കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പണി പൂർത്തീകരിച്ചു. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നു. ആ ആയത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കൂട്ടത്തിൽ ചേർത്ത് പറയാനുള്ളത്, ചരിത്രവുമായി ബന്ധപ്പെട്ട ചരിത്ര വായനയിൽ നമുക്ക് കിട്ടേണ്ട മറ്റൊരു കാര്യം, ഈ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 3 പള്ളികൾ, ഒന്ന് കഅബാലയമാണെങ്കിൽ മറ്റൊന്ന് മസ്ജിദുൽ അഖ്സയാണ്, മൂന്നാമത്തേതൊന്ന് മസ്ജിദുൻ നബവിയാണ്. ഈ 3 പള്ളികളുടെയും നിർമ്മാണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കഅബാലയത്തിന്റെ നിർമ്മാണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും നബിയും, അതേപോലെ മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയും, പിതാവും പുത്രനും. കഅബാലയവും പിതാവും പുത്രനും, മസ്ജിദുൽ അഖ്സയും പിതാവും പുത്രനും. അതേപോലെ തന്നെ മസ്ജിദുൻ നബവി ആകട്ടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ സ്വഹാബികളുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ 3 ഭവനങ്ങളുടെ നിർമ്മാണം 5 പ്രവാചകന്മാരുടെ കൈകളിലാണ് പൂർത്തിയാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് എന്തുമാത്രം നമുക്ക് വലിയ ഒരു ആദർശപരമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുമാത്രം വലിയ ഒരു ആനന്ദവും ആദർശ പ്രതിബദ്ധതയിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്തു വെക്കാൻ സാധിക്കുന്ന സന്ദേശവും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഅബാലയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശയിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ അത്ഭുതങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇടമാകുന്നു സൂറത്തു ഫീൽ എന്ന് പറയുന്ന അധ്യായം.
ഇന്നിപ്പോ പള്ളികളുടെ തകർച്ചയ്ക്ക് വേണ്ടിയും അത് ഇല്ലാതെയാക്കാൻ വേണ്ടിക്കൊണ്ടും മുസ്ലിമിന്റെ അസ്തിത്വം പോലും ഇല്ലാതെയാക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് പോലും നിയമങ്ങൾ ചുട്ടെടുക്കുന്ന തിരക്കിലാണ്. ഒരു പള്ളി അതിന്റെ എല്ലാം തന്നെ തകർത്തെറിയുകയുടെ ക്ഷേത്രം പണിയുകയും ചെയ്തതിന്റെ ദുരന്ത ഓർമ്മകളൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ. ഇതിനെ തുടർന്ന് ഇനി എവിടെയൊക്കെ ഇടപെടാൻ പറ്റും എന്നുള്ളതിന്റെ ഭാഗമായിക്കൊണ്ടാണ് വഖഫിലേക്ക് കൈവച്ചിട്ടുള്ളത് എന്നുള്ളതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനത്തിന്റെ നേർക്ക് ഒരു ആക്രമണ പ്രവണതയുമായി കൊണ്ട് രംഗത്ത് വന്നപ്പോൾ അവിടെ അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരു സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അസ്ഹാബുൽ ഫീൽ, ആനക്കാർ, അബ്രഹത്തിന്റെ സേന കഅബാലയം പൊളിക്കാൻ വേണ്ടി യമനിൽ നിന്ന് ഒരു വലിയ ആനപ്പടയുമായി കൊണ്ടുവന്നു. പക്ഷേ ആ കഅബാലയത്തെ പൊളിക്കാൻ കുട്ടികള് കളിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ കഅബാലയത്തിലേക്ക് വിളിക്കാൻ വേണ്ടിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തകർക്കാൻ, അവരുടെ സൈന്യത്തെ തകർക്കാൻ എന്തുമാത്രം വലിയ ഒരു ഇടപെടലാണ് നടത്തിയത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, ഒരു കൂട്ടം പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നേർക്ക് അയച്ചു എന്ന് മാത്രമല്ല, തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട് ഈ സൈന്യത്തിന്റെ നേർക്ക് അല്ലാഹുവിന്റെ ഇടപെടലുകളും ഏറുമുണ്ടായി. അള്ളാഹു ഇടപെട്ടു എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവസാനം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തിന്ന് തീർക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ. ആ പരാമർശം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തിന്ന് തീർക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ്, തിന്ന് തീർന്നാൽ പിന്നെ വൈക്കോൽ തുരുമ്പുകളായി മാറിയത്, വൈക്കോൽ തുരുമ്പുകളായി വന്നത് തിന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ആവുക? ആന അപ്പിട്ടതുപോലെ ആ മനുഷ്യന്മാരായി എന്നല്ലേ ആ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ് ആനയുടെ അപ്പി പോലെ കറുത്തിരണ്ട കുറെ വസ്തുക്കളായിരുന്നു അവിടെ മുഴുവനും നിറഞ്ഞു കിടന്നിരുന്നത് എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ റബ്ബിന്റെ ഇടപെടൽ ഉണ്ടായ ഒന്നായിരുന്നു ആ വലിയ സംഭവം എന്നുള്ളത് നമ്മളെ കേൾപ്പിക്കുന്നതും നമ്മളെ ഉണർത്തുന്നതും അള്ളാഹുവിന്റെ ഇടപെടൽ റബ്ബിന്റെ മാർഗത്തിന് നേരെ എവിടെ ഉണ്ടാകുന്നുവോ പ്രത്യേകിച്ച് അതിശയിപ്പിക്കുന്ന ഒരു ഇടപെടലാണ് റബ്ബിന്റെ അടുക്കൽ നിന്ന് കഅബാലയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾക്ക് വലിയ ഒരു ഊർജം കിട്ടും എന്ന് മാത്രമല്ല, ആദർശപരമായി കൊണ്ട് നമ്മൾ സ്വീകരിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന ഈ മാർഗം, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന വലിയ ഒരു ത്രാണിയും ശക്തിയും നമുക്ക് ലഭ്യമാകുന്ന ഒരു കാര്യമാകുന്നു. അഥവാ സന്ദേശമായിക്കൊണ്ട് ഈ കഅബയുടെ വിശാലത്തായിക്കൊണ്ട് നമ്മുടെ മുൻപിലേക്ക് നമുക്ക് പരിശുദ്ധ ഖുർആൻ നൽകാനുള്ളത് തൗഹീദിന്റെ സന്ദേശവും ഇത്തിബാഉർ റസൂലിന്റെ സന്ദേശവുമാണ്. അത് മുഴുവനും ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമേ എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. കഅബാലയം നമുക്ക് നൽകുന്ന റിസാലത്ത് ദൗത്യം തൗഹീദിന്റെ നിർവഹണമാണ് ഒന്ന് എന്ന് സൂചിപ്പിച്ചു. അതേപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യലാണ് എന്നുള്ളത്. അത് ഈ കർമ്മം കഅബാലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉംറയും ഹജ്ജും പൂർത്തിയാക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു മുസ്ലിമിനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതമായ കാര്യമായി. ആലോചിച്ചു നോക്കിയാൽ കഅബാലയത്തെക്കുറിച്ച് അവിടേക്ക് പോകുന്ന ഒരാൾ ആ കഅബാലയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഓരോന്നും പരിശോധിച്ചു നോക്കൂ. മുഴുവനും തൗഹീദിന്റെ അധ്യാപനങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണുന്നു. അതിപ്പോ കഅബാലയം തവാഫ് പൂർത്തിയാക്കിയിട്ട് 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന 2 സൂറത്തുകളില്ലേ, സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും, മുഴുവനും സംശുദ്ധമായ തൗഹീദിന്റെ അധ്യാപനങ്ങൾ മനസ്സുകളിലേക്ക് ഇങ്ങനെ നൽകുന്ന അധ്യാപനം.
അത് കഴിഞ്ഞിട്ട് കഅബ, പിന്നെ ഈ സഫ മറുവക്കിടയിലൂടെ നമ്മൾ നടക്കുന്നതിന്റെ മുൻപ് സഫയിലും മറുവയിലും വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തികച്ചും തൗഹീദാണ്. എല്ലാ അർത്ഥത്തിലും തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കേന്ദ്രം. ശിർക്ക് ഒരിക്കലും വന്ന് പെട്ടുകൂടാ, വന്ന് നമ്മൾ അതിലേക്ക് ചിന്തിക്കുക പോലും ചെയ്തുകൂടാ. ശിർക്കിന്റെ ഒരു ചെറിയ അരിമ്പ് പോലും, ഒരു തരിമ്പ് പോലും നമ്മളിൽ വരാത്തവണ്ണം ജാഗ്രത കാണിക്കാൻ, ശിർക്കാണെന്ന് സംശയിക്കുന്നിടത്തേക്ക് പോലും നമ്മൾ അടുക്കാതിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിശ്വാസപരമായ സംശുദ്ധി നമുക്ക് നൽകുന്ന അധ്യാപനം അതാകുന്നു ഇതൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യാൻ. ഹജ്ജുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ തവണ ഹജ്ജെ നിർവഹിച്ച് കാണിച്ചു തന്നിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ കാര്യത്തിൽ പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ ചെയ്യുമ്പോ, കാര്യങ്ങളിനി ചെയ്യുമ്പോ ഞാൻ ചെയ്തത് ഇത്തിബാഅ് ചെയ്തുകൊണ്ടിരിക്കണം. ഏതൊരു ഇബാദത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഈ ഇബാദത്തിൽ ചെയ്യേണ്ട ഇത്തിബാഇനെ, അനുവർത്തിക്കേണ്ട ഇത്തിബാഇനെ ഉണർത്തുക എന്നുള്ളതൊക്കെ കഅബാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആനിൽ വന്നതിനെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസാലത്താണ്. അത് തന്നെയാണ് കഅബാലയത്തിന്റെ റിസാലത്ത്. അത് സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത സ്വീകരിക്കുന്നിടത്ത് മാത്രമാണ് നമുക്ക് യഥാർത്ഥ വിജയം ലഭ്യമാവുക. വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ഉദുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഇവിടെ ഉദുഹിയ്യത്തിന്റെ കാര്യത്തിൽ ഒരു മഹല്ല് എന്നുള്ള നിലക്ക് അങ്ങനത്തെ സംവിധാനങ്ങൾ ഇവിടെ തന്നെ അറുക്കുക എന്നുള്ളത് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അതിന് കാരണമായിക്കൊണ്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്, നമ്മൾ ഉത്തരേന്ത്യയിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും ഒക്കെ നമ്മൾക്ക് കിട്ടുന്ന വിഹിതം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള ഒരു രീതി, അതെല്ലാവരും തൃപ്തിപ്പെട്ട് അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ നിലക്കാണെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് ഒരു ഷെയറിന്, ആ കാര്യം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ, ഒരു ഷെയറിന് ഉത്തരേന്ത്യയിലേക്ക് നമുക്ക് കിട്ടുന്നത്, ഒരു മാടിനെ അറുക്കാൻ, ഒരു കളയോ പോത്ത് വർഗത്തിൽപ്പെട്ട ഒന്നിനെ അറുക്കാൻ 4000 രൂപയാണ് ഒരു ഷെയറിന്. ഒന്നിൽ ഒരു ഉരുവിൽ 7 ആൾക്കാർക്ക് വീതം ഷെയർ ആകാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരു ഷെയറിന് 4000 രൂപയാകുന്നു. അത് ദക്ഷിണേന്ത്യയിലാക്കണമെങ്കിൽ 7000 രൂപയാണ് ഒരു ഷെയറിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അത് ഒന്നിനെ തന്നെ അറുക്കുകയാണെങ്കിൽ, ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ 20,000 രൂപയുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു മാട് വർഗത്തിൽപ്പെട്ട ഒരു ഉരുവിനെ അറുക്കാൻ സാധിക്കും. അത് ദക്ഷിണേന്ത്യയിലാക്കാണെങ്കിൽ ആടിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ആടിന് അറുക്കാൻ 12,500 രൂപയുടെ ചെലവാണ് ദക്ഷിണേന്ത്യയിലേക്കാണെങ്കിൽ വരുന്നത്. ആ തരത്തിൽ ഇവിടെ നിന്ന് പള്ളി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉദുഹിയ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ട്. ഇനി അതല്ല, പള്ളി കമ്മിറ്റിയിൽ നിന്ന് കുറെ എണ്ണം ഇവിടെ തന്നെ അറുക്കണം എന്നുള്ള തരത്തിൽ അതിന് തക്കതായ, ഇടപെടാൻ തക്കതായ രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനും വിരോധമില്ല. ഇവിടെ തന്നെ ആ വിഷയത്തിൽ ക്രമീകരണങ്ങൾ വരുന്ന വിരോധമില്ല എന്നുകൂടി. പക്ഷേ അതിനനുസൃതമായിക്കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. 1 2 ഒക്കെ ആണെങ്കിൽ അതിന് വേണ്ടിക്കൊണ്ടുള്ളത് ഇങ്ങോട്ട് കൊടുത്തയക്കുക, അങ്ങോട്ട് അയക്കുക എന്നുള്ള രീതി നമ്മൾ സ്വീകരിക്കുന്നു. അതുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ബാധ്യതയെക്കുറിച്ചുള്ള ഉണർത്തലുകൾ അനിവാര്യമാണ്. അത് നമ്മൾക്കെല്ലാവരും ബോധമുള്ളവരാണ് എന്നുള്ള നിലക്കാണ് കൂടുതൽ കഴിഞ്ഞ ആഴ്ചയോ ഈ വിഷയത്തിൽ ഒരുപാടൊന്നും സംസാരിക്കാത്തത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരൊറ്റ കാര്യം അതിൽ മതിയാകും. കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്ത ആള് നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട, ഈദിന്റെ മുസല്ലയിലേക്ക് വരണ്ട എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ചിന്തിച്ചാൽ തന്നെയും നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ അനുവർത്തിച്ച് മുന്നോട്ട് പോകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും വീഴ്ചകളും പോരായ്മകളും നാഥൻ പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നേർക്കുനേരെ സത്യസന്ധരായിക്കൊണ്ട് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സത്യസന്ധത പുലർത്തി ജീവിത വിശുദ്ധി പുലർത്തി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു കൺകുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ രോഗികളിൽ, നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ചികിത്സ തേടുന്നവർ, മരുന്ന് കഴിക്കുന്നവർ, അവർക്കൊക്കെയും അവരുടെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ
النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.